നമസ്കാരം. ദേശീയ പാർട്ടി എന്ന പദവിക്കായി CPM ഇക്കുറി ജീവൻ മരണ പോരാട്ടമാണ് നടത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അറിയാം CPMന് ദേശീയ പദവി തിരികെ കിട്ടുമോ എന്ന്. 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 പേരെ ജയിപ്പിച്ചെടുത്തില്ലെങ്കിൽ ദേശീയ പാർട്ടി പട്ടികയിൽ നിന്ന് പുറത്താകും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധിക സമയം നൽകിയതിനാലാണ് ദേശീയ പാർട്ടി പദവി ഇപ്പോൾ നഷ്ടമാകാതെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പാർട്ടിക്ക് ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി അംഗീകാരം. ഒരു സംസ്ഥാനത്ത് പോൾ ചെയ്ത വോട്ടിൽ 6% വിഹിതം. 25 MLA-മാർക്ക് ഒരു പാർലമെന്റ് അംഗം. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നേടാനായാൽ സംസ്ഥാന പാർട്ടി പദവി നേടാം. കേരളം, തമിഴ്നാട്, ത്രിപുര എന്നിവിടങ്ങളിൽ CPMന് സംസ്ഥാന പാർട്ടി പദവിക്കുള്ള മാനദണ്ഡം പാലിക്കാനാകും. ത്രിപുരയിൽ വോട്ട് വിഹിതവും തമിഴ്നാട്ടിൽ MP സ്ഥാനവും ഉള്ളതുകൊണ്ടാണ് ഇത്. മറ്റേതെങ്കിലും സംസ്ഥാനത്തുകൂടി ഈ ഒരു ലക്ഷ്മണരേഖ കടക്കേണ്ടതുണ്ട്. 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 MP-മാരെ കിട്ടാൻ കേരളത്തിൽ നിന്ന് CPMന് കുറഞ്ഞത് 8 സീറ്റെങ്കിലും കിട്ടണം. തമിഴ്നാട്ടിൽ DMK സഖ്യത്തിൽ 2 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. 2019-ൽ ഇതേ സഖ്യത്തിൽ മത്സരിച്ച 2 സീറ്റിലും ജയിച്ചു. ഇത്തവണ അന്ന് ജയിച്ച മണ്ഡലങ്ങളിൽ ഒന്ന് മാറിയിട്ടുണ്ട്. കോയമ്പത്തൂരിന് പകരം ഡിണ്ടിഗലാണ് മത്സരിക്കുന്നത്. ഈ 2 സീറ്റിലും ജയിച്ചാൽ 2 MP-മാരെയാണ് CPMന് കിട്ടുക. മൂന്നാമതൊരു സംസ്ഥാനത്തെ വിജയം ഇന്ത്യ സഖ്യത്തിൻ്റെ പരിഗണന അനുസരിച്ചായിരിക്കും. രാജസ്ഥാൻ, ബീഹാർ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു സീറ്റ് നേടിയെടുക്കാനുള്ള പെടാപ്പാടിലാണ് CPM നേതൃത്വം. രാജസ്ഥാനിൽ നിന്ന് ഒരു സീറ്റ് ലഭിച്ചേക്കും. നിതീഷ് കുമാർ BJP പാളയത്തിലേക്ക് പോയതോടെ ബീഹാറിൽ BJP വിരുദ്ധ സഖ്യത്തിൽ CPMന് പരിഗണന ലഭിക്കാനിടയുണ്ട്. രാഷ്ട്രീയമായും സംഘടനാപരമായും CPMന് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നിർണായകമാണ്. കിട്ടുന്ന സീറ്റിൻ്റെ എണ്ണമനുസരിച്ചായിരിക്കും ഇന്ത്യ സഖ്യത്തിൽ തിരുത്തൽ ശക്തിയാകാനായി നിൽക്കാനുള്ള ശേഷി. ദേശീയ പാർട്ടി അംഗീകാരം നിലനിർത്തണമെങ്കിൽ കൂടുതൽ സീറ്റുകൾ നേടണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ എക്സ്ട്രാ ടൈം അനുസരിച്ചാണ് ദേശീയ പാർട്ടിയായി ഇപ്പോൾ തുടരുന്നത്. അത് നിലനിർത്താൻ 11 എന്ന മാജിക് സംഖ്യയിലെത്തണം. 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി അംഗീകാരം, 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 MP-മാർ. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നേടാനായാൽ മാത്രമേ ദേശീയ പാർട്ടി പദവി നിലനിർത്താനാകൂ. ഒരു സംസ്ഥാനത്ത് പോൾ ചെയ്ത വോട്ടിൽ 6% വിഹിതം, 25 MLA-മാർക്ക് ഒരു പാർലമെന്റ് അംഗം. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നേടാനായാൽ സംസ്ഥാന പാർട്ടി പദവി മാത്രമേ നേടാൻ സാധിക്കൂ. കേരളം, തമിഴ്നാട്, ത്രിപുര എന്നിവിടങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവിക്കുള്ള മാനദണ്ഡം പാലിക്കാൻ സാധിക്കും. ത്രിപുരയിൽ വോട്ട് വിഹിതവും തമിഴ്നാട്ടിൽ MP സ്ഥാനവും ഉള്ളതുകൊണ്ടാണ് ഇത്. 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 MP-മാരെ കണ്ടെത്തുക എന്നതാണ് പാർട്ടിക്ക് മുന്നിലുള്ള നിലവിലെ ഏക പോംവഴി. തമിഴ്നാട് മറ്റൊരു പ്രതീക്ഷയുള്ള സംസ്ഥാനമാണ്. DMK സഖ്യത്തിൽ 2 സീറ്റുണ്ട്. അതിൽ ഒന്ന് മണ്ഡലം മാറിയിട്ടുണ്ട്. എങ്കിലും 2 സീറ്റിലും ജയിക്കും എന്ന പ്രതീക്ഷ വച്ചു പുലർത്തുന്നുണ്ട്. കോയമ്പത്തൂരിന് പകരം ഡിണ്ടിഗലിൽ മത്സരിക്കുന്നു. മൂന്നാമതൊരു സംസ്ഥാനത്തെ വിജയം ഇന്ത്യ സഖ്യത്തിൻ്റെ സീറ്റ് കൊടുക്കുന്ന പരിഗണനയ്ക്ക് അനുസരിച്ച് ഇരിക്കും എന്നുള്ളതാണ്. ഇതിനു മുൻപ് പല സംസ്ഥാനങ്ങളിലും, ആന്ധ്രയടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും വളരെ ശക്തമായ സാന്നിധ്യമായിരുന്നു CPM. പക്ഷേ അത് വേണ്ട രീതിയിൽ ഇപ്പോൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതേസമയം ബംഗാളിലും വളരെ ശക്തമായ സാന്നിധ്യമായിരുന്നു CPM. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബംഗാൾ ഭരിച്ചിരുന്നത് തന്നെ CPM എന്ന പാർട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു. അവിടെയും വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് CPM എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ദേശീയ പാർട്ടി പദവി നിലനിർത്താനായി അല്പം വിയർപ്പൊഴുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ എക്സ്ട്രാ ടൈം ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ദേശീയ പാർട്ടി പദവി CPMന് നൽകണമോ എന്നുള്ള കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ തീരുമാനം എടുക്കുക.